പവർ ടീമിലേക്ക് കയറാനുള്ള ചലഞ്ചിങ് ടാസ്ക് ആയിരുന്നു അപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ 3 ടാസ്ക് ഉണ്ട്. അതിന്റെ ആദ്യത്തെ ചലഞ്ചിങ് ടാസ്ക് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഡെൻ ടീമാരാണ് അതിൽ ജയിച്ചിട്ടുള്ളത്. അപ്പൊ അർജുനും റിസ്മിനുമായിട്ടായിരുന്നു അതിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ബോൾസ് ഉണ്ട്, ടേബിളിൽ കുറച്ച് ഹോൾസ് വിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഹോൾസിന്റെ ഉള്ളിലേക്ക് ബോൾ ഉരുട്ടി വിടണം, അതായിരുന്നു ടാസ്ക്. എല്ലാ ഹോളിലും ബോൾ അപ്പൊ ഫില്ല് ചെയ്തിട്ട് അർജുൻ അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. അർജുനും റസ്മിനും കട്ടയ്ക്ക് തന്നെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ആദ്യം റസ്മിൻ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ബോൾസ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റസ്മിന് ശരിക്കും പറഞ്ഞാൽ റസ്മിന്റെ ബോൾ ചാടിപ്പോയത് കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറെ നേരം തപ്പിക്കൊണ്ടൊക്കെ ഇരുന്നു. വെപ്രാളം പിടിച്ച് ചെയ്ത് റസ്മിൻ അങ്ങനെ അത് തോറ്റുപോയി. അപ്പോഴത്തേക്കും അർജുൻ അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ചലഞ്ചിങ് ടാസ്ക് ആണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 2 ടാസ്കും കൂടെ ഉണ്ട്. 3 ചലഞ്ചിങ് ടാസ്കിലും കൂടെ കൂടി ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്ന ടീമാണ് ഇപ്പൊ പവർ ടീം ആകുന്നത്. ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇറങ്ങി വരുമ്പോ തന്നെ ഡോറിന്റെ അവിടെ ശ്രീതുവും ജിൻഡോയും നിൽക്കണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ജിൻഡോയ്ക്ക് അർജുൻ ജയിച്ചൊക്കെ വന്നപ്പോ. ഇനി അപ്പൊ 2 ടാസ്കും കൂടെ നടക്കാനുണ്ട്. രണ്ടുപേരും അപ്പൊ നന്നായിട്ട് തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. മിക്കവാറും അപ്പൊ ടീം ഡെൻ ആയിരിക്കും പവർ ടീമിലേക്ക് കയറുന്നത് എന്ന് തോന്നുന്നു.